പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഇവിടെ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക. ലോകമെമ്പാടും ഈ സമയത്ത് ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലേക്ക് പെട്ടെന്ന് ക്ഷണിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ ഈ വാക്യം വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനകത്തുനിന്ന് ഒരു പ്രത്യേക പദം നമ്മളൊന്ന് ഏറ്റെടുക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് ആ വചനം ഒന്ന് സ്വീകരിക്കാനായിട്ട് ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കിക്കാട്ടെ. ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തിന് മുമ്പിലേക്ക് പ്രവേശിച്ചാട്ടെ. യേശുവേ, വചനത്തെ കേൾക്കാൻ എൻ്റെ കണ്ണ്, കാണാൻ എൻ്റെ കണ്ണും കേൾക്കാൻ എൻ്റെ ചെവിയും തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചനത്തിലേക്ക് പ്രവേശിക്കാം. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിച്ചാൽ, അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചു. ഞാൻ ഇനി അതിനെ തുടർമാനമായിട്ട് വായിക്കുന്നില്ല. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടത്തെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചു. ആരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് എന്ത് സാക്ഷീകരിച്ചു എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഇവിടെ വിശദീകരിക്കുന്ന വാക്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒന്ന് ഈ വാക്യത്തിന്റെ മുമ്പിലേക്ക് കയറി വായിക്കണം. 10-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു. 10-ാമത്തെ വാക്യം നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ്. അപ്പൊ പഴയ നിയമത്തിൽ വിശുദ്ധന്മാരാകുന്ന നിങ്ങളും ഞാനും, പുതിയ നിയമ വിശുദ്ധന്മാരാകുന്ന നിങ്ങളും ഞാനും പ്രാപിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ പ്രാപിച്ചിരിക്കുന്ന ഈ രക്ഷയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ, പഴയ നിയമത്തിൽ വിശുദ്ധന്മാർക്ക് പുതിയ നിയമത്തിൽ ലഭിക്കാൻ പോകുന്ന ഈ കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ രണ്ട് കാര്യം ഇവിടെ ദർശിച്ചു. നിങ്ങളുടെ മേലൊരു വലിയ കൃപ വരാനിരിക്കുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പ്രവചിച്ച പ്രവാചകന്മാർ നോക്കിയപ്പോൾ ഒരു കാലഘട്ടത്തിന് ശേഷം ഒരു ജനതയുടെ മേൽ ഒരു വലിയ കൃപ ഇറങ്ങി വരാൻ പോകുന്നു. അവരിങ്ങനെ ആരാഞ്ഞു നോക്കി, ഇത് ആരുടെ മേലാണ് ഈ കൃപ, വലിയ കൃപ ഇറങ്ങി വരാൻ പോകുന്നത്? പഴയ നിയമ വിശുദ്ധന്മാർ മുഴുവൻ ആരാഞ്ഞു നോക്കിയ, അല്ലെങ്കിൽ അവർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ വലിയ കൃപ എന്താണത്? അതാണ് ഈ വാക്യത്തിൽ നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് വരാനിരിക്കുന്ന വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച്. അപ്പൊ ഇത് അവർക്കുള്ളതല്ല, പിന്നെയോ നിങ്ങൾക്കുള്ളതാണ്. കണ്ട പ്രവാചകന്മാർക്കുള്ളതല്ല ഇത്. പിന്നെ ആർക്കുള്ളതാണ്? നിങ്ങൾക്കുള്ളതാണ്. പ്രവാചകന്മാർ കണ്ടെന്നുള്ളതേ ഉള്ളൂ. ശരിക്കും ഇത് അവർക്കുള്ളതല്ല. പിന്നെ ആർക്കുള്ളതാണ്? ഇത് നമുക്കുള്ളതാണ്. നമുക്കുള്ളത് അവര് കണ്ടു. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞ്, നമുക്കുള്ളത് അവര് കണ്ടു. ഹല്ലേലൂയ. നമുക്ക് വരാനിരിക്കുന്ന കൃപ അവര് കണ്ടു. അവര് കണ്ടപ്പോ തന്നെ അവർക്ക് അതിശയം തോന്നി. ഇത്രയും വലിയ കൃപ ഇത് ആർക്കു വേണ്ടിയാ ഒതുക്കി വെച്ചിരിക്കുന്നത്? ഇത്രയും വലിയ കൃപ ഇത് ആർക്കു വേണ്ടിയാ ഒരുക്കി വെച്ചിരിക്കുന്നത്? അപ്പൊ പഴയ നിയമ വിശുദ്ധന്മാര്, പഴയ നിയമത്തിൽ പ്രവചിച്ച പ്രവാചകന്മാര് മുഴുവൻ പുതിയ നിയമ വിശുദ്ധന്മാരാകുന്ന നിങ്ങൾക്കും എനിക്കും വരാനിരിക്കുന്ന അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഈ കൃപയുടെ അത്യന്ത ധനത്തെ ആകാംക്ഷചിത്തരായി ആകാംക്ഷയോടെ നോക്കി അവർക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ. വേണമെങ്കിൽ ഒന്ന് വായിച്ചു. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന 12-ാമത്തെ വാക്യം പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ. തങ്ങൾക്ക് വേണ്ടി അല്ല, നിങ്ങൾക്ക് വേണ്ടി അത്രേ. തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. ഹല്ലേലൂയ. അവർക്ക് വേണ്ടിയല്ല ഈ ശുശ്രൂഷ ചെയ്തത്. ആര്? പഴയ നിയമ വിശുദ്ധന്മാർ. അവര് കണ്ടത് അവര് വിചാരിച്ച് അവർക്ക് കിട്ടുമെന്ന്. പക്ഷെ വചനം വ്യക്തമായിട്ട് പറയുന്നു, അവര് കണ്ടത് അവർക്ക് കിട്ടിയില്ല. അവര് കണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. സത്യം പറഞ്ഞ പഴയ നിയമ വിശുദ്ധന്മാർ ഞെട്ടിത്തിരിഞ്ഞു പോയി. ഇത്രയും വലിയ ഒന്ന് ആർക്കോ വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത് ആർക്കു വേണ്ടിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്? അവർ വിചാരിച്ചു ഞങ്ങൾക്കിത് കിട്ടുമെന്ന്. ഉടനെ അവരോട് വചനം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി അല്ല ഇത്, നിങ്ങൾക്കായിട്ടല്ല ഇത്. കണ്ട പ്രവാചകന്മാരോട്, പഴയ നിയമത്തിൽ കണ്ട വലിയ ശക്തിയുള്ള പ്രവാചകന്മാരോട്, പ്രവാചകന്മാരിൽ അഗ്രഗണ്യങ്ങളായിട്ടുള്ളവരോട്,
ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നിങ്ങൾക്ക് കാണാൻ ഒക്കും ഇത്, പക്ഷെ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കിത് കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾക്കിത് അനുഭവിക്കാൻ പറ്റുകയില്ല. കാരണം ഇത് നിങ്ങൾക്കായിട്ടല്ല, ഇത് വേറൊരു ഗ്രൂപ്പിനെ ഞാൻ റിസർവ് ചെയ്ത് വെച്ചിരിക്കുക. ആമേൻ. ഇത് വേറൊരു ഒരു സംഘക്കാർക്ക് ഞാൻ വെച്ചിരിക്കുന്നതാ. അവര് വരും, ഇത് കൈക്കലാക്കും. ഹല്ലേലൂയ. അവര് വരും, ഇത് ആമേൻ. കൈക്കലാക്കും. ആമേൻ. പഴയ നിയമത്തിൽ പ്രവാചകന്മാര് കണ്ട അവരാരാന്നറിയോ? ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളാണ്. ഹല്ലേലൂയ. 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 കൈക്കലാക്കുമെന്ന് അവര് പറഞ്ഞവർ ആരാന്നറിയോ? ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനുമാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങളും ഞാനുമാണ്. സോ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ അത്രയും പേരും കണ്ട് അതിശയിച്ചു. എൻ്റെ ദൈവമേ, ഇത് ആർക്കു വേണ്ടിയാണ് ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത്? ഇത്ര വലിയ ഈ കൃപ ആർക്കു വേണ്ടിയാണ് ഒരുക്കി വെച്ചിരുന്നത്? അവർക്ക് മനസ്സിലായി, തങ്ങൾക്കായിട്ടല്ല. 12-ാമത്തെ വാക്യം. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന്. ഏത് ശുശ്രൂഷ ചെയ്യുന്നത്? ഇത് അറിയിക്കുന്ന ശുശ്രൂഷ. ഇത് ഞങ്ങൾ ഇങ്ങനെ ഒരു വലിയ കാര്യം കണ്ടു, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കുള്ളതാണ്. ഓടി അടുത്തപ്പോഴാണ് മനസ്സിലായേ ഞങ്ങൾക്കുള്ളതല്ല. പിന്നെയോ, ഇത് വേറെ ആർക്കോ വെച്ചിരിക്കുന്നതാണ്. ഇത് വേറെ ആർക്കാ വെച്ചിരിക്കുന്നത്? വേറെ ആർക്കുമല്ല, നിങ്ങൾക്ക്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുക, നിങ്ങൾക്കായിട്ടത്രേ, ഞങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ അവർക്കത് കിട്ടാതെ നമുക്കത് കിട്ടിയത്? ഓ, കരമടിച്ചൊന്ന് യേശുവിന്റെ ആരാധനകൾ. എന്തുകൊണ്ടാ അവർക്കത് കിട്ടാതെ നമുക്കത് കിട്ടിയിരുന്നത്? ഈ ഒരുക്കി വെച്ചിരുന്ന മഹത്വം തുറന്നു കിട്ടാൻ ഒരു സമയമുണ്ടായിരുന്നു. ഒരുക്കി വെച്ചിരുന്ന മഹത്വം തുറന്നു കിട്ടാൻ ഒരു സമയമുണ്ടായിരുന്നു. എന്താണ് ആ സമയം? അതിവിടെ വിശദീകരിക്കുന്നുണ്ട്. 11-ാമത്തെ വാക്യം നല്ലതായിട്ട് ശ്രദ്ധിക്കണേ. ആ വാക്യം പത്രോസ് ലേഖനം എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യം. അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയമേ. ഒരു സമയം സൂചിപ്പിച്ചു. അതാ ശ്രദ്ധിക്കണ്ടേ? ഒരു സമയം സൂചിപ്പിച്ചു. ഇത് വെളിപ്പെട്ട് വരാൻ ഒരു സമയം സൂചിപ്പിച്ചു. നിങ്ങൾക്ക് ദൈവമഹത്വം വെളിപ്പെട്ട് വരാൻ ഒരു സമയം സൂചിപ്പിച്ചു. സമയമില്ലായിരുന്നുവെങ്കിൽ അവരിതിനെ കൈക്കലാക്കിയനെ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഇതൊരു സമയത്തേക്ക് മാറ്റിവെച്ചു. ഹല്ലേലൂയ. ഓ, ഹല്ലേലൂയ. ഏതായിരുന്നു ആ സമയം? ക്രിസ്തുവിന്റെ സൂചിപ്പിച്ച സമയം ഏതോ എന്ന് എങ്ങനെയെന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. ആ സമയത്തിന്റെ ക്ലോസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 11-ാമത്തെ വാക്യം തുടങ്ങി. അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയെയും. ഇത് രണ്ടും എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ. ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും. അപ്പം ആദ്യമേ ക്രിസ്തുവിന് കഷ്ടം വരണം. കഷ്ടത്തോട് ബന്ധപ്പെട്ട് ഒരു വലിയ മഹിമ തുറക്കപ്പെടും. കരമടിച്ചൊന്ന് യേശുവിന്റെ ആരാധന. ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യമേ ക്രിസ്തു കഷ്ടത്തിലൂടെ കടന്നു പോകണം. രണ്ടാമത് ക്രിസ്തുവിന്റെ കഷ്ടത്തോടു കൂടെ ഒരു വലിയ മഹിമയിലുള്ള ജീവിതം തുറക്കപ്പെടും. ഒരു വലിയ മഹിമ തുറക്കപ്പെടും. ഇതാണ് അവരോട് പറഞ്ഞത്. അപ്പൊ ആ സൂചിപ്പിച്ച സമയം ഇപ്പൊ എന്താന്ന് മനസ്സിലായി. അത് വരണമെങ്കിൽ അതിന് മുമ്പേ എന്ത് സംഭവിക്കണം? ക്രിസ്തുവിന്റെ കഷ്ടം വരണം. ക്രിസ്തു കഷ്ടത്തിലൂടെ കടന്നു പോകണം. അപ്പൊ ഈ ഒരുക്കി വെച്ചിരിക്കുന്ന മഹിമ എപ്പോ തുറക്കപ്പെടും? ക്രിസ്തു കഷ്ടത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞിട്ട് ഈ പിൻവരുന്ന മഹിമ കഷ്ടത്തോട് ബന്ധപ്പെട്ട് എന്ത് വരും? ഈ മഹിമയും കൂടെ വെളിപ്പെടും. അപ്പൊ ഈ മഹിമ വെളിപ്പെടുന്നതിന് മുന്നോടിയായിട്ട് എന്ത് സംഭവിക്കണം? ഒരു കഷ്ടം വരും. യേശു ഒരു കഷ്ടത്തിലൂടെ കടന്നു പോകും. യേശു കഷ്ടത്തിലൂടെ കടന്നു പോകണം. അപ്പൊ യേശു കഷ്ടത്തിലൂടെ പഴയ നിയമ വിശുദ്ധന്മാരുടെ കാലത്ത് കടന്നുപോയോ? യേശു കഷ്ടത്തിലൂടെ യെശയ്യാവിന്റെ കാലത്ത് കടന്നുപോയോ? യേശു കഷ്ടത്തിലൂടെ യെരമ്യാവിന്റെ കാലത്ത് കടന്നുപോയോ? യേശു കഷ്ടത്തിലൂടെ അബ്രഹാമിന്റെ കാലത്ത് കടന്നുപോയോ? കാരണം യേശു ജഡത്തിൽ വെളിപ്പെട്ടത് തന്നെ പ്രവാചകന്മാരുടെ കാലത്തിന്റെ അവസാനമാണ് എന്ന് പറഞ്ഞാൽ പ്രവചന ശബ്ദം കേൾക്കാനില്ലാത്ത 400 വർഷത്തെ ഇരുണ്ട കാലഘട്ടത്തിന് ശേഷമാണ് യേശു വെളിപ്പെട്ട് വന്നത് തന്നെ. എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്മാരുടെ കാലത്ത് യേശുവിൻ്റെ കഷ്ടം വെളിപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ കഷ്ടത്തെ തുടർന്ന് വരുന്ന മഹിമ, അല്ലെ, കഷ്ടത്തെ പിൻവരുന്ന മഹിമ വെളിപ്പെടാഞ്ഞതിന്റെ കാരണം ഈ കഷ്ടം അന്ന് വന്നില്ലായിരുന്നു. യേശുവിന്റെ കഷ്ടം അന്ന് വന്നില്ലായിരുന്നു. അപ്പൊ യേശുവിന്റെ കഷ്ടം വന്ന ശേഷമേ എന്ത് വരത്തുള്ളൂ? പിൻവരുന്ന മഹിമ. അപ്പൊ അവർക്ക് കിട്ടാഞ്ഞതിന്റെ കാര്യം എന്നാ? ആ തലമുറയിൽ യേശു വന്നില്ല, യേശു കഷ്ടം അനുഭവിച്ചില്ല. എന്നാൽ ഈ തലമുറയിൽ നിങ്ങൾക്ക് കിട്ടാൻ കാരണം എന്നാ?
ഹല്ലേലൂയ. ആ തലമുറയിൽ അവർക്ക് കിട്ടാഞ്ഞതിന്റെ കാരണം എന്നാ? ആ തലമുറയിൽ യേശു വന്നിട്ടില്ലായിരുന്നു. യേശു കഷ്ടം അനുഭവിച്ചിട്ടില്ലായിരുന്നു. യേശു കഷ്ടം അനുഭവിച്ച ശേഷമാണ് പിൻവരുന്ന മഹിമയെന്ന് വചനം പറഞ്ഞത്. ഹല്ലേലൂയ. യേശു കഷ്ടം അനുഭവിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പിൻവരുന്ന മഹിമ അവർക്ക് കിട്ടിയില്ല, അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്, സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയോ ഉള്ളതോ എന്ന് അവർ ആരാഞ്ഞു നോക്കി. അവർക്ക് മനസ്സിലായി, ഇത് തുറക്കപ്പെടണമെങ്കിൽ, ഈ മഹിമ തുറക്കപ്പെടണമെങ്കിൽ, ഈ മഹിമ തുറക്കപ്പെടണമെങ്കിൽ അതിന് മുന്നമേ, ഈ മഹിമ തുറക്കപ്പെടണമെങ്കിൽ അതിന് മുന്നമേ യേശു കഷ്ടത്തിലൂടെ കടന്നു പോകണം. അവരുടെ തലമുറയിൽ യേശു കഷ്ടത്തിലൂടെ കടന്നുപോയില്ല. എന്നാൽ 2016 വർഷങ്ങൾക്ക് മുമ്പ് യേശു കഷ്ടത്തിലൂടെ കടന്നുപോയി. അതുകൊണ്ട് ഈ പിൻവരുന്ന മഹിമ ദൈവ മക്കളെ നിങ്ങൾക്കുള്ളതാണ്. ഓ, കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പിൻവരുന്ന മഹിമ ഇന്ന് നിങ്ങൾക്കുള്ളതാണ്. കാരണം നിങ്ങളുടെ തലമുറയിൽ യേശു കഷ്ടത്തിലൂടെ ഇനി കടന്നു പോകാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. 2016 വർഷങ്ങൾക്ക് മുമ്പ് യേശു കഷ്ടത്തിലൂടെ കടന്നുപോയി. യേശു കഷ്ടത്തിലൂടെ കടന്നുപോയതിന്റെ മഹിമ ഇന്ന് വിശ്വസിക്കുന്ന മക്കൾക്ക് വേണ്ടി വെളിപ്പെട്ടു. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് ഞാൻ ഈ പറയുന്നൊന്ന് കേട്ടിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞ്, അവരാരാഞ്ഞു നോക്കി, അവരന്വേഷിച്ചു നോക്കി, ഈ കണ്ടത് എന്താണെന്നറിയാൻ അവരന്വേഷിച്ചു നോക്കി, അവർക്ക് കിട്ടുമോ എന്ന് അന്വേഷിച്ചു നോക്കി. അവർക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരുക്കി വെച്ചതായിരുന്നു. നിങ്ങൾക്കൊരുക്കി വെച്ചത് തുറന്നു കിട്ടാൻ ഒരു സംഭവം നടക്കണമായിരുന്നു. യേശുവിന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി. ഓ, എത്ര പേർക്ക് ഇപ്പോൾ ഇത് തെളിഞ്ഞു കിട്ടുന്നു? ഹല്ലേലൂയ. Entire prophets who are waiting to see the finished work of Jesus on the cross. യേശുവിന്റെ കാൽവരി ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി കാണുവാൻ മുഴുവൻ പ്രവാചകന്മാരും കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷെ അവരുടെ തലമുറയിൽ അത് സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ അതിനെ നോക്കിയിട്ട് അവർ പറഞ്ഞു, അന്യം 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 അന്യം, ഇത് ഞങ്ങളുടേതല്ല, ഇത് ഞങ്ങൾക്കല്ല. എന്നാൽ ഈ തലമുറയിൽ ഇത് നിങ്ങൾക്കല്ലെന്ന് പറഞ്ഞ് ഒഴിയല്ലേ, തലയിലോട്ട് കൈവച്ച് പറഞ്ഞേ, ഇത് എനിക്കാണ്. യേശു കഷ്ടത്തിലൂടെ കടന്നുപോയി, പിൻവരുന്ന മഹിമ എനിക്കാണ്. ചേർന്ന് പറഞ്ഞു, യേശു കഷ്ടത്തിലൂടെ കടന്നുപോയി. ആവർത്തിച്ച് പറഞ്ഞു, യേശു കഷ്ടത്തിലൂടെ കടന്നുപോയി, പിൻവരുന്ന മഹിമ എനിക്കാണ്. യേശു കഷ്ടത്തിലൂടെ കടന്നുപോയി, ഈ പിൻവരുന്ന മഹിമ എന്റേത് മാത്രമാണ്. വായി കൊണ്ട് പറഞ്ഞു, യേശു കഷ്ടത്തിലൂടെ കടന്നുപോയി, ഈ പിൻവരുന്ന മഹിമ എനിക്ക് മാത്രമാണ്. ഇനി പിൻവരുന്ന മഹിമ വരുന്നതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം സംഭവിക്കണമായിരുന്നു. അതെന്തായിരുന്നു? യേശു കഷ്ടത്തിലൂടെ കടന്നു പോകണമായിരുന്നു. യേശു കഷ്ടത്തിലൂടെ കടന്നുപോയാൽ മാത്രമേ ഇത് തുറന്ന് കിട്ടത്തുള്ളായിരുന്നു. അതുകൊണ്ട് ഇത് നിങ്ങൾക്കും എനിക്കും തുറന്ന് കിട്ടാൻ വേണ്ടി, നിങ്ങൾക്കും എനിക്ക് ഇതിലേക്ക് അക്സസ് ഉണ്ടാകാൻ വേണ്ടി, നിങ്ങൾക്കും എനിക്ക് ഇതിലേക്ക് ബന്ധം ഉണ്ടാകാൻ വേണ്ടി. ഓ, ഹല്ലേലൂയ. ദൈവം ഒരുക്കിയതെല്ലാം അവിടെ ഇരിക്കുമ്പോ ഒരുക്കിയതുമായിട്ട് നിങ്ങളെ ബന്ധിപ്പിക്കാൻ വേണ്ടി ഒരുക്കിയവൻ തന്നെ ഇറങ്ങി വന്ന് കഷ്ടത്തിലൂടെ കടന്നുപോയി. ഓ, കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഒരുക്കിയവൻ തന്നെ ഇറങ്ങി വന്ന് കഷ്ടത്തിലൂടെ കടന്നുപോയി ഒരു പിൻവരുന്ന വലിയ മഹിമയുടെ വഴി തുറന്നു. പ്രിയരേ, കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. യേശുവേ സ്തുതി എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഏതിൽ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്? ഈ മഹിമയിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഏത് മഹിമയിൽ? യേശു കഷ്ടം അനുഭവിച്ചപ്പോൾ അതിനെ പിന്തുടർന്ന് വന്ന മഹിമയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. യേശു കഷ്ടം അനുഭവിച്ചപ്പോൾ ആ കഷ്ടത്തിലൂടെ ഒരു മഹിമയ്ക്കുള്ള വഴി തുറന്നു വരികയായിരുന്നു. ആ തുറന്നു വന്ന വഴിയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. പ്രസവ വേദനയിലൂടെ കടന്നു പോകുന്ന സ്ത്രീ പ്രസവവേദനയിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ ഒരു സന്തതിയെ കാണുമെന്ന് അവൾക്ക് ഉറപ്പുള്ളതുപോലെ തന്നെ കഷ്ടത്തിലൂടെ കടന്നുപോയ കർത്താവിന് ഉറപ്പായിരുന്നു, ഞാനൊരു സന്തതിയെ പ്രസവിക്കാൻ പോകുന്നു, ഞാനൊരു തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ പോകുന്നു. ഓ, കരമടിച്ചൊന്ന് സ്വീകരിച്ചോ മക്കളെ, ഞാനൊരു തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ പോകുന്നു. പക്ഷെ അതിന് മുമ്പ് എന്തിലൂടെ കടന്നു പോകണമായിരുന്നു? ഒരു കഷ്ടത്തിലൂടെ കടന്നു പോകണമായിരുന്നു. അതായിരുന്നു യേശു കടന്നുപോയ കഷ്ടം. ഹല്ലേലൂയ. പ്രവാചകന്മാർ ഇത് രണ്ടും കണ്ടു, യേശുവിന്റെ കഷ്ടവും പിൻവരുന്ന മഹിമയും. അതാ യെശയ്യാവ് വിളിച്ചു പറയുമ്പോൾ പറഞ്ഞു, അവന്റെ പുറം ഉഴവുചാല് പോലെ കീറപ്പെട്ടു. ഹല്ലേലൂയ. യെശയ്യാവ് കഷ്ടത്തെ കണ്ടു, ഹല്ലേലൂയ, പിൻവരുന്ന മഹിമയും കണ്ടു. അപ്പൊ അവര് ആവശ്യത്തോടെ അതിലേക്ക് നോക്കി, കിട്ടുമോ എനിക്കിത് കിട്ടുമോ എന്ന് വിചാരിച്ചു. പക്ഷെ അവർക്ക് മനസ്സിലായി തങ്ങൾക്കായിട്ടല്ല ഇത്. അവർ കണ്ടു, പക്ഷെ കിട്ടിയില്ല. പഴയ നിയമ വിശുദ്ധന്മാരെക്കാട്ടിൽ എത്ര ശ്രേഷ്ഠരാ നിങ്ങൾ ഞാനും. കാണാൻ പറ്റി, പക്ഷെ അനുഭവിക്കാൻ പറ്റിയില്ല.
പക്ഷെ നിങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും പറ്റും. ഹല്ലേലൂയ. ഓ, കരമടിച്ച യേശുവിന് ആരാധന കൊടുക്കും. യേശുവേ. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവുമായിരിക്കും. പഴയ നിയമ വിശുദ്ധന്മാർ നിങ്ങളെ കാണുവാണെങ്കിൽ എഴുന്നേറ്റൊന്ന് സല്യൂട്ട് ചെയ്യും. ഹല്ലേലൂയ. സത്യം പറയാം. അബ്രഹാമോ, ദാവീദോ, ശലോമോനോ, പഴയ നിയമത്തിലെ ഗിദയോനോ ഒക്കെ നിങ്ങളെ കാണുവാണെങ്കിൽ അവർ നിങ്ങളെ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യും. കാരണം എന്നാന്നറിയോ? അവർക്ക് കിട്ടാത്തത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ ഗതികേട് എന്നാന്നറിയോ? ഇന്നത്തെ ആത്മഗോളത്തിന്റെ ഗതികേട് എന്നാന്നറിയോ? അവര് നമ്മളെ നോക്കി നടക്കുക, നമ്മൾ അവരെ നോക്കി നടക്കുക. പുതിയ നിയമവിശുദ്ധന്മാർക്ക് ഒരുക്കി വെച്ച ഈ മഹിമയുടെ വലിപ്പം കണ്ട് അവരന്താളിച്ച്, ഞെട്ടി വിറച്ച്, എൻ്റെ ദൈവമേ, ഇത്രയും വലുത് ഒരുക്കി വെച്ചിരിക്കുന്ന ഇത്രയും ദൈവത്തിൻ്റെ സ്നേഹം കിട്ടിയ വർഗം ഏതാന്ന് അവരന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പം പുതിയ നിയമവിശുദ്ധന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുക, ദാവീദിനെ നോക്ക്, മോശയെ നോക്ക്, ഹല്ലേലൂയ, ഇഫ്താഹിനെ നോക്ക്, ബെന്യാമീനെ നോക്ക്, യോസഫിനെ നോക്ക്. യോസഫ് പറയുക, പുതിയ നിയമവിശുദ്ധന്മാരെ നോക്ക്, ഞങ്ങൾക്ക് കിട്ടാത്തത് അവർക്ക് കിട്ടിയിരിക്കുന്നു, ഞങ്ങൾക്ക് കിട്ടാത്തത് അവർക്ക് കിട്ടിയിരിക്കുന്നു. ഓ, എത്ര ശ്രേഷ്ഠരാ ദൈവമക്കളെ. നമ്മള് കരമടിച്ച യേശുവിന് ആരാധന കൊടുത്തു. പുതിയ നിയമവിശുദ്ധന്മാരെ, കൃപ ലഭിച്ച മക്കളെ, യേശുവിന്റെ മഹിമ കിട്ടിയവരെ, ഓ, സ്വീകരിച്ചോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പദം ഇവിടെ ഉണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങൾക്ക് വരാനിരിക്കുന്ന 10ാമത്തെ വാക്യം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച്. കണ്ടോ, നിങ്ങൾക്ക് വരാനിരിക്കുന്ന കൃപ. ഹല്ലേലൂയ. Who prophesied the grace that should come unto you. Grace that come unto you. നിങ്ങളുടെ മേൽ വരാനിരിക്കുന്ന കൃപ. ഓ, ഹല്ലേലൂയ. പത്രോസ്ലീഹ പുതിയ നിയമവിശുദ്ധന്മാരോട് സംസാരിക്കുന്നേ. അവരോട് പറയാം, നിങ്ങളുടെ മേൽ വരാനിരിക്കുന്ന കൃപ അവര് കണ്ടു. ഓ, ഹല്ലേലൂയ. അവര് കണ്ടു. നിങ്ങളുടെ മേൽ വരാനിരിക്കുന്ന കൃപ അവര് കണ്ടു. ഓ, ഹല്ലേലൂയ. എത്ര പ്രാധാന്യത്തോടെ പുതിയ നിയമവിശുദ്ധന്മാര് അവരാരാന്ന് തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യകത ഈ വചനത്തിലൂടെ ഞാൻ ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പുതിയ നിയമവിശുദ്ധന്മാര് വായിക്കാവുള്ളൂ എന്ന് മാത്രമല്ല, ഒരു പടി കൂടെ കയറി ഞാൻ പറയുകയാണ്, പഴയ നിയമവിശുദ്ധന്മാർ അത്രയും പേരും നിങ്ങളെ കണ്ടാൽ സല്യൂട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ഹല്ലേലൂയ. മണവാട്ടി സഭ ഭാര്യ ഭർത്താവിൻ്റെ കൂടെ ഒരുമിച്ച് ഭക്ഷിക്കാനിരിക്കുമ്പം വിളമ്പാൻ വരുന്ന വിളമ്പുകാരവരെല്ലാവരും. മണവാട്ടി മണവാളന്റെ കൂടെ ഇരുന്ന് അത്താഴത്തിന് ഇരിക്കുമ്പം വിളമ്പാൻ വരുന്ന വിളമ്പുകാര് മാത്രമാവർ. അവര് നിങ്ങളെ കണ്ടാൽ അഭിവാദം ചെയ്യും. ഹല്ലേലൂയ. അവര് നിങ്ങളെ കണ്ടാൽ വീണ് നമസ്കരിക്കും. ഹല്ലേലൂയ. കാരണം അവർക്ക് മനസ്സിലായി, ഇതുപോലൊരെണ്ണം കിട്ടിയ മനുഷ്യർ ഭാഗ്യവാൻ. ഇതുപോലൊരു മനുഷ്യർ, ഇത് കിട്ടിയ മനുഷ്യർ ഭാഗ്യവാൻ. അകൃത്യം ക്ഷമിച്ചും ലംഘനം മറച്ചും പാപം ക്ഷമിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പഴയ നിയമത്തിൽ പറഞ്ഞു, ഇതിങ്ങനെ ആർക്കെങ്കിലും കിട്ടിയാൽ ആ മനുഷ്യൻ ഭാഗ്യവാൻ. പക്ഷെ ഒരാൾക്ക് പോലും പഴയ നിയമത്തിൽ അത് കിട്ടിയില്ല. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, ആരുടെയും അകൃത്യം മറയ്ക്കുവോ പാപം ക്ഷമിച്ചോ ഒക്കെ കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണ്. എന്നാൽ നമ്മുടെ അകൃത്യം മറയ്ക്കുവല്ല ചെയ്ത് മായ്ച്ചു കളഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ പാപം മറയ്ക്കുവല്ല ചെയ്തത് മായ്ച്ചു കളഞ്ഞു. ഇപ്പൊ അവിടെ ഇല്ലാതെ വണ്ണം ഈ ഭാഗ്യം നമുക്ക് ലഭിച്ചു. അപ്പൊ ദാവീദിന്റെ പ്രാർത്ഥനയിൽ ദാവീദ് വാസ്തവത്തിൽ കാണാൻ ആഗ്രഹിച്ചത് നിങ്ങളെ എന്നെയാണ്. വാസ്തവത്തിൽ ദാവീദ് നിങ്ങളെ എന്നെയും കാണുകയാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കൈയും കൂപ്പി നിൽക്കും. കാരണം അകൃത്യം മറച്ചും പാപം ലംഘനം ക്ഷമിച്ചും ഒക്കെ കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെന്ന് അവിടെ പറഞ്ഞു. പക്ഷെ അവർക്ക് ആർക്കും അത് കിട്ടിയില്ല. പക്ഷെ നിങ്ങൾക്കും എനിക്കും അത് കിട്ടിയിരിക്കുന്നു. അകൃത്യങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും മായ്ച്ചു. പ്രിയരേ, ഓ, ഹല്ലേലൂയ. നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. കുരിശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ നമ്മെ പരിപൂർണരാക്കി. ഓ, കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു. ഓ, ഇന്ന് ഇത് പറയുമ്പോൾ തന്നെ എല്ലാവരിലേക്കും ഇത് വ്യാപരിക്കണം. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച കൃപയായത്. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച കൃപയായത്. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച കൃപയായത്. ഇന്നത് അനുഭവിക്കാത്ത ഒരാൾ പോലും ഇവിടെ ഇരിക്കരുത്. ഒരാൾ പോലും ഇവിടെ ഇരിക്കരുത്. പഴയ നിയമവിശുദ്ധന്മാർ അത്രയും പുതിയ നിയമവിശുദ്ധന്മാരുടെ പുറകെയാണ്. പഴയ നിയമവിശുദ്ധന്മാർ അത്രയും പുതിയ നിയമവിശുദ്ധന്മാരുടെ പുറകെയാണ്.
ഹല്ലേലൂയ. അബ്രഹാം പുതിയ വിശുദ്ധന്മാരുടെ പുറകെയാണ്. കാരണം അവർക്ക് കിട്ടാത്തത് നിങ്ങൾക്ക് കിട്ടി. ആമേൻ. അവർ യേശുവിനെ കണ്ടിട്ടില്ല, ഹല്ലേലൂയ. യേശുവിനുള്ള പുത്രത്വം പ്രാപിച്ചിട്ടില്ല, ഹല്ലേലൂയ. യേശുവിനെ അപ്പാന്ന് വിളിച്ചിട്ടില്ല. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നു? അവരെല്ലാം യജമാനനെ എന്ന് വിളിച്ച് കാല യവനികയിൽ മറഞ്ഞപ്പം അപ്പാന്ന് വിളിച്ച് കേറി നിൽക്കാൻ കൃപ ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. യജമാനനെ എന്ന് വിളിച്ച് അരങ്ങൊഴിഞ്ഞപ്പം അപ്പാന്ന് വിളിച്ച് കേറി നിൽക്കാൻ കൃപ ലഭിച്ച മക്കളെ, ഹല്ലേലൂയ. മറക്കല്ല് 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 മറക്കല്ല്. എത്ര വലിയ പദവിയാ കിട്ടിയേക്കുന്നത്, എത്ര വലിയ പദവിയാ കിട്ടിയേക്കുന്നത്. ക്രിസ്തു കഷ്ടത്തിലൂടെ കടന്നു പോണം. ആമേൻ. അതോട് ബന്ധപ്പെട്ട് ആ പിൻവരുന്ന മഹിമയും അതിന്റെ പുറകെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. The glory should follow him. അതായിരുന്നു promise. The glory. He should go through the suffering, then after the glory should follow him. അവൻ കഷ്ടത്തിലൂടെ കടന്നു പോകണം, അവന്റെ പുറകെ മഹത്വം വരും. ഹല്ലേലൂയ. യേശു കഷ്ടത്തിലൂടെ കടന്നുപോയി, ആ കഷ്ടത്തിന്റെ പുറകെ ഒരു മഹത്വം വന്നു. ഹല്ലേലൂയ. ആ മഹത്വത്തിലാ നിങ്ങളെ എന്നെ ഇരുത്തിയിരിക്കുന്നത്. ആമേൻ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ല. ആ മഹത്വത്തിലാ നിങ്ങളെ എന്നെ ഇരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ മഹത്വത്തിലാ നിങ്ങളെയും എന്നെയും ഇരുത്തിയിരിക്കുന്നത്. കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. ആ മഹത്വത്തിലാ എന്നെ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. ആ വീടുകളിലേക്ക് ഇപ്പോൾ തന്നെ അത് വ്യാപരിക്കട്ടെ. എന്റെ യേശുവേ, ഇപ്പോൾ ആ വീടുകളിലേക്ക് അത് വ്യാപരിക്കട്ടെ. ആമേൻ. മഹാസന്തോഷത്തിന്റെ ഭവനങ്ങളായി ഭവനങ്ങൾ മാറ്റപ്പെടട്ടെ. ആമേൻ. യേശുവിൻ നാമത്തിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ചരിത്രം മാറ്റിമറിക്കുന്ന ദൈവകൃപ ഹല്ലേലൂയ വിശ്വസിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ആമേൻ വ്യാപരിച്ചിറങ്ങട്ടെ. സംഭവിക്കട്ടെ. നന്ദി പറയുന്നു. നന്ദി യേശുവേ. ഓരോ വീടുകളിലും ആമേൻ അത് വ്യാപരിക്കുന്നതൊക്കെയായിട്ട് നന്ദി. നന്ദി യേശുവേ. ഓരോ ശരീരങ്ങളിലും ആ മഹത്വം വെളിപ്പെടുന്ന കൃപയ്ക്കായിട്ട് നന്ദി. നന്ദി യേശുവേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വെറുതെ ഒരു പ്രാർത്ഥനയല്ലിത്. നിങ്ങളുടെ ഭവനം കർത്താവിന്റെ കഷ്ടം കൊണ്ടുവന്ന മഹിമ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എനിക്ക് ഉറപ്പാത്. ആമേൻ. യേശു എന്ന് വിളിക്കാം. പൊന്നു കർത്താവേ, ആക്സിഡന്റ് സംഭവിച്ച നട്ടെല്ലാണിത്. ജീവൻ അങ്ങോട്ട് കേറിയേ പറ്റുള്ളൂ, ശക്തി അങ്ങോട്ട് കേറിയേ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവേ, യേശുവേ, ഈ മകനെ തുടരണമേ. നട്ടലിലേക്ക് ശക്തി അടിക്കട്ടെ. ആക്സിഡന്റ് സംഭവിച്ച നട്ടലുകളിലേക്ക് ജീവൻ പ്രവേശിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓരോ കശേരുക്കളിലേക്കും ജീവന്റെ മഹത്വം ഇറങ്ങട്ടെ. പുനരുത്ഥാനത്തിന്റെ ജീവൻ പ്രവേശിക്കട്ടെ. ഉയർത്തെഴുന്നേൽപ്പിച്ച ജീവൻ പ്രവേശിക്കട്ടെ. ഇന്ന് ഇവിടെ വെച്ച് ഈ മകൻ സൗഖ്യമാവട്ടെ. ഓ, എല്ലാവരും ആ കൈകളെ ഒന്ന് നീട്ടിക്കോ ഇയാളുടെ നേരെ. ഇയാൾ അത്ഭുതകരമായിട്ട് സൗഖ്യമാവുക, സൗഖ്യമാവുക, സൗഖ്യമാവുക. അറിയട്ടെ. ഓ, ഈ ശരീരത്തിൽ നിന്ന് അത് വിട്ടുപോകുന്ന കാണുക. ഓ, പോവാ അത് സമയം കഴിഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗമേ നിനക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഈ മകനെ വിട്ടേച്ചും വെച്ച് പൊക്കോ, വിട്ടുപോക്കോ, വിട്ടുപോക്കോ. യേശുവിൻ്റെ ജീവനാലത് സൗഖ്യമാവട്ടെ, 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 സൗഖ്യമാവട്ടെ. ആക്സിഡൻറ്റിൻ്റെ എല്ലാ ദോഷങ്ങളെയും ഇപ്പോൾ തന്നെ ഈ ശരീരത്തിൽ നിന്ന് പറിച്ചു മാറ്റുന്ന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവുക. എന്നെ വേണേ ചെയ്തു, ചെയ്യാൻ പറ്റാത്തതെല്ലാം ചെയ്തു, പെട്ടെന്ന് ചെയ്തു, പെട്ടെന്ന് ചെയ്തു, ചെയ്യാൻ വയ്യാത്ത എല്ലാം ചെയ്തു, വേഗം ചെയ്തു, പൊങ്ങി ചാടിക്കോ. ക്ലിയറായി, ക്ലിയറായി. യേശുവിന് ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ. ക്ലിയർ ആയിട്ട് നട്ടലിന്റെ ആക്സിഡന്റിന്റെ പ്രയാസം ഒന്നുമില്ല. ബെൻഡ് ചെയ്ത്, ഫുൾ ബെൻഡ് ചെയ്തു, ഫുൾ ബെൻഡ് ചെയ്തു. ഇല്ല, ക്ലിയർ, ക്ലിയർ. കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്താട്ടെ. സൗഖ്യം. ഈ മകളുടെ വലത്തെ സൈഡില്, ഇടുപ്പിന് മേളില്, വയറിന്റെ വലത്തെ സൈഡില് അവിടെ ദൈവശക്തി ഇറങ്ങുന്നു. ശക്തി ഇറങ്ങുന്നു. ഈ ഒരു പോർഷനിൽ യേശു തൊടുന്നു ഇവരെ.
ഈ ഒരു പോർഷനിൽ കർത്താവ് വരെ തൊടുന്നു. എല്ലാരും ഒന്ന് സ്തോത്രം ചെയ്തു. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ കർത്താവ് തൊടുന്നു. എക്സാക്ട്ലി ആ സ്പോട്ടിൽ, ഇടുപ്പിന് മേളിൽ, വയറിലല്ല, ഇവിടെ ഈ സൈഡില് യേശു തൊടുന്നു. ഒരു ക്രിക്കറ്റ് ബോളിന്റെ അത്രയും വലിപ്പമുള്ള ഒരു കട്ടി അവിടുന്ന് കർത്താവ് വലിച്ചെടുക്കുന്നു. ആ കഴിക്കാത്തത് ഇരിപ്പുണ്ട്. ഓ ആടെ ദൈവശക്തി അടിക്കുന്ന കാണുക. ഓ യേശുവിന്റെ മഹത്വം അടിക്കുന്നു. ഓ അറിയണ്ടേ. ഓ കണ്ടോ അതിനെ യേശു എടുക്കുന്ന കണ്ടോ. ആ ദുരാത്മാക്കൾ അഴിയുന്ന കണ്ടോ. അഴിയുന്നു. ഈ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ അത് വിട്ടുപോകും. ഈ മകളി നിലത്തുനിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരെണ്ണം പോലും ആ ശരീരത്തിൽ ഉണ്ടാകത്തില്ല. അടിപ്പിണരാനുള്ള അത്ഭുത സൗഖ്യം ഈ മകളുടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിച്ചിറങ്ങട്ടെ. ഓ എല്ലാവരും സ്വതന്ത്രം ചെയ്തു. ഭയങ്കര ദൈവശക്തി അവളുടെ മേൽ അടിക്കുക. നിൽക്കാൻ പറ്റാത്ത ദൈവമകത്ത് ഇറങ്ങുക. കണ്ടേ നിങ്ങള് ആ മകൾക്ക് ശ്രമിച്ചിട്ട് പോയാലും നിൽക്കാൻ പറ്റുന്നില്ല. പൂർണ്ണ സൗഖ്യമാകുന്നു. ഇപ്പൊ തന്നെ അത് സ്വീകരിക്കുക. Get out, you sickness, in Jesus' name. ഓ കർത്താവിനെ എടുത്തു മാറ്റി കഴിഞ്ഞു. കരമടിച്ച് യേശുവിന് ആരാധന. എന്നാ പേര് പറഞ്ഞേ? ജൂലൈ. എത്ര നാളായി ഇത് പ്രത്യക്ഷപ്പെട്ടിട്ട്? ഓ ജീസസ്. ഭയങ്കര വേദനയായിരുന്നു. ജീസസ്. കാണിച്ച ഹോസ്പിറ്റലില് 1 week ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു. ഈ കാര്യത്തിൽ is gone, is not there. നോയിക്കോ, is not there. ഉണ്ടോ അതവിടെ? ഇല്ല. കരമടിച്ചോ യേശുവിനെ ആരാധന. വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com.